ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹസ്രാര. സഹസ്രാരയിലൂടെ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ മന്തിലെ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ ടാരോട്ട് പ്രഡിക്ഷൻ ആണ്. എല്ലാ സോഡിയാക് സൈൻസിൻ്റെയും പ്രഡിക്ഷൻസ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സോഡിയാക് സൈൻ ഏതാണെന്ന് വെച്ചാൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈം സ്റ്റാമ്പ്സ് കൊടുത്തിട്ടുണ്ടാവും. ആ ടൈം സ്റ്റാമ്പ്സിൽ നിങ്ങളുടെ സോഡിയാക് സൈൻ്റെ ലിങ്ക് ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഡിക്ഷൻ കേൾക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പേഴ്സണൽ റിലേഷൻഷിപ്പിലെ പ്രഡിക്ഷൻ മാത്രമാണ് ഇതിൽ പറയുന്നത്, ഒക്ടോബർ മന്തിലെ പ്രഡിക്ഷൻ. ഫസ്റ്റ് നമുക്ക് ഏരീസ് സോഡിയാക് സൈനിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏരീസ് സോഡിയാക് സൈന് ഒക്ടോബർ മന്തിൽ എന്താണ് പ്രഡിക്ഷൻ വരുന്നതെന്ന് കാണാം. ഓക്കെ, ഏരീസ് സോഡിയാക് സൈൻ വന്നിരിക്കുന്ന കാർഡ് 7 ഓഫ് കപ്സ് ആണ്. ഏരീസ് സോഡിയാക് സൈന് ഒക്ടോബർ മന്തിൽ 7 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന കാർഡ്. നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ്, അത് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, മാരീഡ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഏതിലാണെങ്കിലും നിങ്ങൾ എന്താ പറയുക, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ലവ് റിലേഷൻഷിപ്പിലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു പ്രഷ്യസ് മൊമെൻറ്റ്സിനെ പറ്റിയൊക്കെ മെമ്മറൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് അതിന് ഫ്യൂച്ചറിലുള്ള പ്ലാനിങ്സും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് കൂടുതലും നിങ്ങൾ ഡ്രീം ലോകത്താണ്. ഓക്കെ, നിങ്ങളൊരു സ്വപ്ന ലോകത്തെന്ന വണ്ണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ പറ്റി ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഭയങ്കര റിച്ചായിട്ട് ജീവിക്കുന്നതും നിങ്ങളുടെ പാർട്ട്ണറോടൊപ്പം ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ട് ജീവിക്കുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഡ്രീം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പക്ഷേ കുറച്ച് ഒരു ലേസി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയും ഈ ഒരു പീരീഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ചിലർക്കൊക്കെ മാരേജിനായിട്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, ഒരുപാട് ചോയ്സസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളാകെ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ വളരെയധികം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ പാഷൻ, ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. എന്താ പറയുക, നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് ഒരുപാട് ചോയ്സസ് വരുന്നു. അങ്ങനെ ഒരു പീരീഡ് ആയിരിക്കും മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഒരു ഒക്ടോബർ മന്ത് എന്ന് പറയുന്നത്. ദിവാസ്വപ്നം കണ്ടിരിക്കുന്നവരൊക്കെ ഒരുപാടായിരിക്കും ഈ ഒരു പീരീഡിലെ മേടം രാശിയിൽ, അതായത് ഏരീസ് സോഡിയാക് സൈനിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഏരീസ് സോഡിയാക് സൈന് 7 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഒക്ടോബർ മന്തിലെ പ്രഡിക്ഷൻ ആയിട്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് റൊമാൻറ്റിക് ആയിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പ്രഡിക്ഷനിലേക്ക് പോകാം. അടുത്തത് ടോറസ് സോഡിയാക് സൈൻ ആണ്. ടോറസിന് വന്നിരിക്കുന്ന കാർഡ് ഏതാണെന്ന് നോക്കാം. ഹലോ ടോറസിന് വന്നിരിക്കുന്ന കാർഡ് സ്ട്രെങ്ത് കാർഡാണ്. ടോറസ്, നിങ്ങൾക്ക് ഈ ഒരു ഒക്ടോബർ മന്തിൽ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ്, അത് ലവ് ആയിക്കോട്ടെ മാരേജ് ആയിക്കോട്ടെ, ഒരുപാട് സിറ്റുവേഷൻസ് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ട് കാണുന്നുണ്ട്. ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യം, അഗ്രസീവ്നെസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ നിങ്ങൾ വളരെയധികം സെൽഫ് കൺട്രോൾ ചെയ്ത് പേഷ്യൻ്റ് ആയിട്ട് ക്ഷമയോടെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അത്രയും ദേഷ്യം കടന്നുകൂടുന്ന ഒരു പീരീഡായിട്ടായിരിക്കും ആ ഒരു പീരീഡ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്ത് കടിച്ചമർത്തി പോവാന്ന് പറയില്ലേ, അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ, അതായത് നിങ്ങളുടെ മാനേജ്മെൻറ്റ് സ്കില്ല് പുറത്ത് കൊണ്ടുവരുന്ന സാഹചര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരു മാരേജ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്ക് നിങ്ങൾ പ്ലാനിങ്, അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങളുടെ എനർജി എന്ന് പറയുന്ന ആക്ച്വലി ആങ്കർ ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ഈ ഒരു പീരീഡിൽ നിങ്ങളിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ഷോക്കാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് വരും. പക്ഷെ നിങ്ങൾക്കത് കൺട്രോൾ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം ഒരുപാട് ഈ ഒരു ഒക്ടോബർ മന്തിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ടോറസ് സോഡിയാക് സൈൻ നിങ്ങൾക്ക് ഒക്ടോബർ മന്തിൽ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്നത്. ലവ് ആയാലും മാരീഡ് റിലേഷൻഷിപ്പ്, ഫാമിലി ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് എല്ലാം ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പീരീഡാണ്. അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു പീരീഡായിരിക്കും ഈ ഒരു ഒക്ടോബർ മന്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത റീഡിങ്ങിലേക്ക് പോവാം. ജെമിനി സോഡിയാക് സൈൻ.
ഹലോ ജെമിനി സോഡിയാക് സൈൻ, നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് 8 ഓഫ് വൺസ് ആണ്. ഓക്കെ, ഈ ഒരു ഒക്ടോബർ മന്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുഡ് ന്യൂസസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങളെ മോസ്റ്റ് വെയിറ്റിംഗ് ആയിട്ടിരുന്ന, ഹാപ്പി ആക്കുന്ന, നിങ്ങൾ സന്തോഷിപ്പിക്കുന്ന, നിങ്ങൾ ഒരുപാട് കാത്തിരുന്ന ഒരുപാട് ഗുഡ് ന്യൂസസ് നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. സെലിബ്രേഷൻസ്, ഹാപ്പി, എന്താ പറയുക, ഒരു മെസ്സേജ്, കോള്, എന്തുവാണെങ്കിലും ആകാം. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്ലസന്റ് ന്യൂസാണ് നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഗുഡ് ന്യൂസസ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ചൈൽഡ് ബർത്തിനെ സംബന്ധിക്കുന്നതാകാം. അങ്ങനെയുള്ള നല്ല നല്ല വാർത്തകൾ, നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിനെ സംബന്ധിക്കുന്ന നല്ല നല്ല വാർത്തകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ചിലർക്കൊക്കെ ഈ ഒരു ഒക്ടോബർ മന്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ അതൊരു ഗെറ്റ് ടുഗദർ പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളാകാം, അതിന് വേണ്ടിയിട്ട് പോകുന്നതാകാം. എന്തായാലും നിങ്ങളുടെ ഫാമിലിയോട് ട്രാവൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രാവൽ ചെയ്യുന്നതോ ആകാം. സോ ട്രാവൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒരുപാട് വരാൻ ചാൻസസ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ്, നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് ആണ് എനിക്ക് മെയിനായിട്ട് ഈ ഒരു ഒക്ടോബർ മന്തിൽ മേജറായിട്ട് കാണുന്നത്. നിങ്ങളെ തേടി ഒരുപാട് സന്തോഷ വാർത്തകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് യാത്രകൾ, അത് ചിലപ്പോൾ കാഷ്വൽ ആയിട്ടുള്ള യാത്ര, അതായത് ഒരു ട്രിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പിനെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കാണുന്ന, അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും ആകാം. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോളോ മെസ്സേജോ ഒക്കെ വരുന്നതാകാം. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഒക്ടോബർ മന്തിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ലൈഫ് കുറച്ച് ഗ്രോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ ലൈഫ് വളർച്ച, ഗ്രോത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഒക്ടോബർ മന്തിൽ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ജെമിനി സോഡിയാക് സൈൻ നിങ്ങളുടെ ഒക്ടോബർ മന്തിലെ പ്രഡിക്ഷൻ, പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ പ്രഡിക്ഷൻ. ഹലോ ക്യാൻസർ സോഡിയാക് സൈൻ, നിങ്ങൾക്ക് ഒക്ടോബർ മന്തിൽ വന്നിരിക്കുന്ന കാർഡ് ദ ലവേഴ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് മാരേജിലേക്ക് ഒരു പ്രപ്പോസൽ വരുന്നുണ്ടാകാം, നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് വരുന്നുണ്ടാകാം, ഓപ്ഷൻസ് വരുന്നുണ്ടാകാം. ഓക്കെ, സോ നിങ്ങൾ ഇപ്പോൾ വിവാഹിതരല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മാരേജിനായിട്ടൊരു ചോയ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ചിലരൊക്കെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ചേർന്ന് നിങ്ങൾ ഒരുപാട് ഇവൻറ്റ്സ് കൊളാബറേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഏതെങ്കിലും മാരേജ് ഇവൻറ്റോ അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും, നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഏതെങ്കിലും റൊമാൻറ്റിക് പാർട്ണർ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളെ സിബ്ലിങ്സ് ആവാം, സിബ്ലിംഗ് ആരെങ്കിലും ആകാം. അപ്പോൾ ഒരു വ്യക്തിയോട് ചേർന്ന് നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, സോ നിങ്ങൾ രണ്ട് വ്യക്തികൾ, നിങ്ങളോ നിങ്ങളുടെ ഒരു പാർട്ട്ണറും കൂടെ ചേർന്ന് നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ് പ്ലാൻ ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, ഒരുമിച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, മാരേജ് തന്നെയാണ് മെയിനായിട്ടും നിങ്ങൾക്കൊരു പ്രപ്പോസൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ റൊമാൻസ്, ലവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അതായത് ലവ് റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ പാർട്ട്ണറുമൊത്തും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് ഈ ഒരു ഒക്ടോബർ മന്തിൽ കാണാൻ സാധിക്കുന്നത്. സോ ക്യാൻസർ സോഡിയാക് സൈൻ, ഒക്ടോബർ മന്ത് നിങ്ങൾക്കൊരു വണ്ടർഫുൾ പീരീഡ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലൂടെയാണ് ഇതുവരെ കടന്നു പോയതെങ്കിൽ നിങ്ങൾക്ക് ഇനിയൊരു മറ്റൊരു ഓപ്ഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വരുന്നതായിട്ട് എനിക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ക്യാൻസർ സോഡിയാക് സൈൻ. സോ അത്രേ ഉള്ളൂ ഒക്ടോബർ മന്തിലെ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ പ്രഡിക്ഷൻ. സോ ഇനി അടുത്ത റീഡിങ്ങിലേക്ക് പോകാം. ലിയോ സോഡിയാക് സൈനിൻ്റെ പ്രഡിക്ഷൻ എന്താണെന്ന് നോക്കാം. ഹായ് ലിയോ സോഡിയാക് സൈൻ, നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് 3 ഓഫ് സ്വാഡ് ആണ്. 3 ഓഫ് സ്വാഡ് ആക്ച്വലി അത്ര പോസിറ്റീവ് ആയിട്ടുള്ള കാർഡല്ല. ഒക്ടോബർ മന്തിൽ നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ബി പ്രിപ്പയർഡ്. എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾ ഫേസ് ചെയ്യും എന്നുള്ള ധൈര്യത്തിൽ മുന്നോട്ട് പോവുക. സോ ഒക്ടോബറിലായിക്കോട്ടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ്, സെപ്പറേഷൻ, ഹാർട്ട് ബ്രേക്ക് മൊമെൻറ്റ്സ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, പെയിൻ ഒരുപാട് സഹിക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.
ഇറ്റ്സ് ഓൺലി ഫോർ യുവർ പേഴ്സണൽ റിലേഷൻഷിപ്പ്. ആക്ച്വലി ഇതൊരു മൈനർ അർക്കാന കാർഡാണ്, മേജർ അർക്കാന അല്ല. സ്വാഡ് എനർജി എന്ന് പറഞ്ഞാൽ മൈനർ അർക്കാന കാർഡാണ്. സോ ഇതൊരു ടെമ്പററി പെയിൻ ആയിരിക്കും. ഉറപ്പായിട്ടും ഈ പെയിനിന് ഒരു ടെമ്പററി ആയിട്ടായിരിക്കും, ഇതിൽ മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാകും. ഇത് നിങ്ങളുടെ ഗ്രോത്തിനേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോക്ക് ആയിരിക്കാം. സോ ഒരു സോൾ ഷോക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില ചില വിള്ളലുകൾ വരാൻ ചാൻസസ് ഉണ്ട്. ആരെങ്കിലും നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ലിയോ സോഡിയാക് സൈൻ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിലെ പ്രഡിക്ഷൻ. താങ്ക് യു. ഹലോ വിർഗോ സോഡിയാക് സൈൻ, നിങ്ങൾക്ക് ഒക്ടോബർ മന്തിൽ വന്നിരിക്കുന്ന കാർഡ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആക്ച്വലി വെരി പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കാർഡാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തോ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ സ്റ്റേബിൾ ആകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തോ ചിലപ്പോൾ മാരേജിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരൊക്കെ ലൈഫിൽ വളരെ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളെ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മെൻ്റലി സ്റ്റേബിൾ ആകുന്ന ഒരു എനർജി ഉണ്ട്. ചിലർക്കൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫിൽ ചില ചില ഗുഡ് ന്യൂസസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾ ആരുടെയെങ്കിലും മെസ്സേജിന് വേണ്ടിയോ കോളിന് വേണ്ടിയോ ഒക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ മെസ്സേജോ കോളോ വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാർത്ത, ഒരു ന്യൂസ്, നിങ്ങൾ കാത്തിരുന്ന ഒരു വാർത്തയായിരിക്കും, ഒരു ന്യൂസ് ആയിരിക്കും. ആ ന്യൂസ് നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു ഗുഡ് ന്യൂസ് ആയിരിക്കും. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു നല്ലൊരു വാർത്ത, അതായത് ഇപ്പോൾ ചൈൽഡ് ബർത്തിനെ സംബന്ധിക്കുന്ന വാർത്തയോ അല്ലെങ്കിൽ വിവാഹം, എന്താ പറയുക, മാരേജിൻ്റെ ന്യൂസോ, അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല വാർത്ത നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒക്ടോബർ മന്ത് പൊതുവേ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാസം കൂടിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മോശമായിട്ടുള്ള എനർജി അല്ല. അതൊരു വ്യക്തിയുടെ പേഴ്സണൽ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു കാർഡാണ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ബിസി ആയിരിക്കും, തിരക്കായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും വിഷമിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ ബോധർ ചെയ്യാനുള്ള ഒരു ടൈം ഒന്നുമില്ല. നിങ്ങൾ വളരെ തിരക്കിട്ട ഒരു സമയമായിരിക്കും. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളുടെ തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. പലരും കരിയറിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ഫോക്കസ് ഫുള്ള് കരിയറിലായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്, മോർ ദാൻ ലവ് ആൻഡ് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ വിർഗോ സോഡിയാക് സൈൻ. ഹലോ ലിബ്ര, നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് ഒക്ടോബർ മന്തിൽ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഏസ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നിരിക്കാം. അതായത് ഒരു ക്ലാരിറ്റി ഇല്ല, എന്താണ് സംഭവിക്കുന്നതെന്നൊരു വ്യക്തതയില്ല, എന്തായിരിക്കും ഒരു റിയൽ ഫേസ് എന്നൊക്കെ പറയുമല്ലോ, ചിലരുടെ ശരിയായ മുഖം, ശരിയായ ഉദ്ദേശം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ടായിട്ടുണ്ടായിരുന്നിരിക്കാം. സോ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. ചിലരുടെ ശരിയായ മുഖം പുറത്തു വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിനെ സംബന്ധിക്കുന്ന കാര്യം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വിഷയത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാതെ ഇരുന്നിട്ടുണ്ടാവാം. അപ്പോൾ അതിലൊക്കെ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. ചിലരുടെ മനസ്സിൽ എന്താണെന്നുള്ളൊരു വ്യക്തത ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ആ സത്യാവസ്ഥ, വാസ്തവം എന്താണെന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നു. അങ്ങനെ എന്തോ ഒരു വിഷയത്തിനെ സംബന്ധിക്കുന്ന ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളും അതറിയാനായിട്ട് ഒരുപാട് ക്യൂരിയസ് ആയിട്ടിരുന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളതൊന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നിട്ടുണ്ടാവില്ല. സോ അതിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ആ വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് കിട്ടും. അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾ ചീറ്റ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മറ്റെന്തെങ്കിലും പുറകിൽ ഉണ്ടോ, അങ്ങനെയുള്ള പ്ലാൻസ് ഉണ്ടോ, ഇതൊക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ മാരീഡ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്കെതിരായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു വ്യക്തത വരും. അങ്ങനെയുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട്. ഓക്കെ, ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്നും ക്ലിയർ ആയി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കംപ്ലീറ്റ്ലി പോസിറ്റീവായിട്ട് മാറുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. ഓക്കെ, പഴയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് പുതിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ഒക്ടോബർ മന്ത്. ഓക്കെ, സോ ഒക്ടോബർ മന്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരുന്ന മന്ത് ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ അത്രേ ഉള്ളൂ.
ഹലോ സ്കോർപിയോ, നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. ഒക്ടോബർ മന്തിലെ പേഴ്സണൽ റിലേഷൻഷിപ്പ് പ്രഡിക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ വാട്ടർ സൈൻ ആണ്, നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡും വാട്ടർ ആണ്, ഏസ് ഓഫ് കപ്പ്. സോ വെരി പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ്. നിങ്ങൾക്ക് ഈ ഒരു ഒക്ടോബർ മന്ത് എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരിക്കും. നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ബ്ലിസ്ഫുൾ എനർജിയാണ്. നിങ്ങൾക്ക് പുതിയൊരു റിലേഷൻഷിപ്പ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇതുവരെയും കമ്മിറ്റഡ് ആവാത്ത സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ റിലേഷൻഷിപ്പ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു റൊമാൻറ്റിക് ഫീലിംഗുമായിട്ടൊരു വ്യക്തി നിങ്ങളെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ എന്താ പറയുക, ലവ് റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് എന്ന് ആക്ച്വലി ഇമോഷണൽ ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഓക്കെ, സോ മദർഹുഡ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കാത്തിരുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പീരീഡിൽ ഒക്ടോബർ മന്തിൽ അങ്ങനെ ചില ഗുഡ് ന്യൂസസ് വരാനുള്ള ചാൻസസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ലവ് റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു ന്യൂ ലവ് റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. സിംഗിൾ ആയ വ്യക്തികളാണെങ്കിൽ ഒരു മാരേജ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പ്, ഒരു ന്യൂ ബിഗിനിങ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു റൊമാൻറ്റിക് ന്യൂ ബിഗിനിങ് എനിക്ക് ഈ ഒരു ഒക്ടോബർ മന്തിലെ സ്കോർപിയോ സോഡിയക് സൈനിന് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് വണ്ടർഫുൾ പീരീഡ് ഫോർ യു സ്കോർപിയോ സൈൻ. സോ കംപ്ലീറ്റ്ലി നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. മോർ ഓവർ വെരി ഇമോഷണൽ ആൻഡ് ലവിങ് ആയിട്ടുള്ള ഒരു മന്ത് ആയിരിക്കും. അങ്ങനെ സാഡ്നെസ്സോ സങ്കടപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള ഒരു അവസ്ഥയൊന്നും അല്ല. നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, റൊമാൻറ്റിക് ആയിരിക്കും, ഇമോഷണൽ, അങ്ങനെ ഒരു ഫുള്ളി എന്താ പറയുക, ഒരു കണ്ടൻറ്റഡ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരിക്കും. ഓക്കെ, സോ ലവബിൾ പീരീഡ്. അപ്പോൾ അത്രേ ഉള്ളൂ സ്കോർപിയോ സോഡിയക് സൈൻ നിങ്ങളുടെ ഒക്ടോബർ മന്ത് പ്രഡിക്ഷൻ. ഹലോ സജിറ്റേറിയസ്ക്കാണ് ഈ ഒരു ഒക്ടോബർ മന്തിൽ വന്നിരിക്കുന്ന കാർഡ് 6 ഓഫ് വൺസ് ആണ്. 6 ഓഫ് വൺസ് ആക്ച്വലി വിക്ടോറിയസ് ആയിട്ടുള്ള ഒരു കാർഡാണ്. ആക്ച്വലി ഇത് കരിയറിലായിരുന്നെങ്കിൽ നമുക്ക് വിക്ടോറിയസ് എന്ന് പറയാം. നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് കാർഡ് തന്നെയാണ്. ആക്ച്വലി എല്ലാവരും നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഒക്ടോബറിൽ വരുന്നതായിരിക്കും. എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, എല്ലാവരും നിങ്ങളെ അംഗീകരിക്കുന്നു, നിങ്ങൾ ചെയ്തതാണ് ശരി, നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്, നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിരിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നല്ല രീതിയിൽ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകുന്നത്. ഓക്കെ, നിങ്ങളെ സത്യം പറഞ്ഞാൽ എല്ലാവരും നിങ്ങളെ എന്താ പറയുക, എടുത്ത് ഹൈ ലെവലിൽ കൊണ്ട് നിർത്തുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ചിലർക്കൊക്കെ ഒരു പ്രൈഡ് മൂമെൻറ്റ് വരാൻ ചാൻസ്, അതായത് ഈഗോ പോലുള്ള സിറ്റുവേഷൻസ് വരാതെ നോക്കണം. കാരണം പേഴ്സണൽ റിലേഷൻഷിപ്പിൽ 6 ഓഫ് വൺസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഈഗോ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ എല്ലാവരെക്കാളും മുകളിലാണ്, ഞാൻ മറ്റുള്ളവരെ ഒരിക്കലും താങ്ങേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു ഈഗോ പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിലും ലവ് റിലേഷൻഷിപ്പിലും അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ, സോ ഈഗോ വരാതെ ശ്രദ്ധിക്കുക. ഈഗോ ഇഷ്യൂസ് വരാനാണ് ഈ ഒരു 6 ഓഫ് വൺസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ അത്രയും മുകളിലാണ്, നിങ്ങൾ ആർക്കും താഴെ വരേണ്ട കാര്യമൊന്നുമില്ല, ഇറങ്ങി വരേണ്ട കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് അങ്ങനെ ആരുടെ മുമ്പിൽ താഴേണ്ട സിറ്റുവേഷൻസ് ഒന്നുമില്ല, അങ്ങനെ ഒരു ഈഗോ സിറ്റുവേഷൻ വരാതെ നോക്കണം. സോ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ ഒരു ഒക്ടോബർ മന്തിൽ സജിറ്റേറിയസ് സോഡിയാക് സൈൻ. സോ വിട്ടുവീഴ്ചകൾ നിങ്ങളുടെ ഫാമിലി ലൈഫിലായാലും പേഴ്സണൽ റിലേഷൻഷിപ്പിലായാലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ആവശ്യമാണ്. സോ ലവ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമാണ്. ഓക്കെ, ഞാൻ വലുത് നീ ചെറുത് അങ്ങനെ ഒരു തോട്ടിലേക്കൊന്നും പോകാതെ എല്ലാവരും ഒരുപോലെ എന്ന് കണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഞാനാണ് വലുതെന്നുള്ള ആ ഒരു ചിന്താഗതി മാറ്റി വെച്ച് മുന്നോട്ട് പോവുക. സജിറ്റേറിയസ് സോഡിയാക് സൈൻ, ഇതാണ് നിങ്ങളുടെ ഒക്ടോബർ മന്തിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡും പ്രഡിക്ഷനും. ഓക്കെ, സോ നെക്സ്റ്റ് റീഡിംഗ്. ഹലോ കാപ്രിക്കോൺ സോഡിയാക് സൈൻ, നിങ്ങളും കാപ്രിക്കോൺ ഞാനും കാപ്രിക്കോൺ. നമുക്ക് വന്നിരിക്കുന്ന കാർഡ് ചാരിയോട്ട്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, അതായത് കാപ്രിക്കോൺ സോഡിയാക് സൈൻസ്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ സ്റ്റക്കായി നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒക്ടോബർ മന്തിൽ നിങ്ങൾക്ക് അതിലൊരു തീരുമാനം, ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ ബ്ലോക്കായി കൺഫ്യൂസ്ഡായി സ്റ്റക്കായി നിന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി ആ സ്റ്റക്നെസ് ഒന്നുമില്ല, ഇനി തടസ്സങ്ങളൊന്നുമില്ല, ഇനി രണ്ടും കൽപ്പിച്ച് ഞാൻ മുന്നോട്ട് പോവാണ്, എനിക്കിനി ആലോചിക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ചൂസ് ചെയ്ത് അതുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും ബ്രേക്കപ്പ് ആയ ആൾക്കാരുണ്ടെങ്കിലും
പോയവർ പോട്ടെ. ഞാൻ എൻ്റെ ലൈഫിൽ ഇനിയും ആരെയും പിന്നോട്ട് വലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ ലൈഫിൽ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് എൻ്റെ ലൈഫാണ് വലുത്. എൻ്റെ ലൈഫിൽ ഞാൻ ഇതാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് ചൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ബ്ലോക്കേജസ് ഒന്നും തന്നെ ഇല്ല. നിങ്ങളുടെ ലൈഫ് വളരെ ബ്രേവായിട്ട്, വളരെ കറേജിയസ് ആയിട്ട്, വളരെ ധൈര്യത്തോടെ മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആരെയും പേടിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ആക്ച്വലി ചേരിയോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പകുതിക്ക് വെച്ച് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിർത്താൻ ആർക്കും സാധിക്കില്ല. നിങ്ങളുടെ എനർജി എന്താ പറയുക, ശമിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. നിങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതൊരു മാരേജ് പ്രപ്പോസലുമായിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പുമായിട്ടായിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു 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 എനർജിയാണ് എനിക്ക് ഈ ഒരു ചേരിയോട്ട് കാർഡിലൂടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവർ പറയുന്നതോ അങ്ങനെ ഒന്നും കേൾക്കാൻ നിങ്ങൾ നിൽക്കുന്നില്ല. നിങ്ങളുടെ ഡിസിഷനുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതാണ് കാപ്രിക്കോൺ സോഡിയാക് സൈനിന് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ വന്നിരിക്കുന്ന കാർഡ്. ഓക്കെ, വെരി പോസിറ്റീവ്, വെരി ഓപ്റ്റമിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാർഡാണിത് കാപ്രിക്കോൺ. അപ്പോൾ അത്രയേ ഉള്ളൂ ഒക്ടോബർ മന്തിലെ പ്രഡിക്ഷൻ. നെക്സ്റ്റ് പ്രഡിക്ഷൻ. ഹലോ അക്വേറിയസ് സോഡിയാക് സൈൻ, നിങ്ങൾക്ക് ഒക്ടോബർ മന്തിൽ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന കാർഡ് ഡെത്ത് കാർഡാണ്. ഈ കാർഡ് കണ്ട് പേടിക്കേണ്ടതില്ല. ആക്ച്വലി ഡെത്ത് കാർഡെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തോ ഒന്ന് കംപ്ലീറ്റ്ലി അവസാനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കാരണം ഈ ഒരു ഡെത്ത് കാർഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ കാർഡിൽ ഒരുപാട് സ്കള്, മരിച്ചവരുടെ തലയൊട്ടികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. ബാക്കിലൊരു സൂര്യനെയും കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നല്ലതല്ലാത്ത എന്തോ ഒന്ന് നിങ്ങൾ അവസാനിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പലരും ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലായിരുന്നുവെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നു. മാരീഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർ ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അവസാനിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്ന അവിടുത്തെ താമസം അവസാനിപ്പിച്ച് നിങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം. കാരണം പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം. കാരണം ബാക്കിലൊരു സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിലൊരു ന്യൂ ബിഗിനിങ്ങും കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് പഴയതൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് പുതിയൊരു ലൈഫിലേക്ക് പോകുന്നതാണ് മെയിനായിട്ട് ഈ ഡെത്ത് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അതിപ്പോൾ ഫാമിലി മാരേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങളത് അവസാനിപ്പിച്ച് നിങ്ങളുടെ ലൈഫ് കാം ഡൗൺ ആയിട്ട് മറ്റൊരു തലത്തിലേക്ക്, പോസിറ്റീവായിട്ടുള്ള മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒന്ന് അവസാനിക്കുന്നുണ്ട്, എന്നിട്ടൊരു ന്യൂ ബിഗിനിങ്ങും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് ചിലർക്ക് താമസം മാറുന്നതോ, അല്ലെങ്കിൽ വീട് മാറുന്നതോ, അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് വരുന്നതോ, അല്ലെങ്കിൽ പഴയ റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ആക്കുന്നതോ, അങ്ങനെ എന്ത് വേണമെങ്കിലാകാം. നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിനെ സംബന്ധിക്കുന്ന കാര്യമായിരിക്കും. കരിയർ അല്ല, ഫൈനാൻഷ്യൽ മണി റിലേറ്റഡ് കാര്യങ്ങളല്ല. ഇത് നിങ്ങളുടെ പേഴ്സണൽ ലവ്, മാരേജ്, ഫാമിലി റിലേഷൻഷിപ്പിൽ സംബന്ധിക്കുന്ന കാര്യമാണ് അക്വേറിയസ് സോഡിയാക് സൈൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ്ങുമായിട്ടാണ് ഒക്ടോബർ മന്ത് വരാൻ പോകുന്നത്. ഒരു പഴയതൊക്കെ അവസാനിച്ചൊരു ന്യൂ ബിഗിനിങ് ആണ് ഒക്ടോബറിൽ വരുന്നത്. ഹലോ പീസസ് സോഡിയാക് സൈൻ, നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒക്ടോബർ മന്തിൽ വന്നിരിക്കുന്ന കാർഡ് ഹാങ്ഡ് മാൻ കാർഡാണ്. ഹാങ്ഡ് മാൻ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആകെ സ്റ്റക്കായിരിക്കുന്ന ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് പേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, മാരേജ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ ഒരു പോസ് എനർജിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ആകെ കൺഫ്യൂസ്ഡായി എന്താകുമെന്ന് അറിയാതെ, ഒരു തീരുമാനമാകാതെ സ്റ്റക്കായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നിലും ഒരു തീരുമാനമാകാൻ പറ്റുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല. റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആകെ താറുമാറായി, അങ്ങനെ ഒരു സമാധാനം ഇല്ലാത്തൊരു സ്റ്റക്കായ ഒരു എനർജിയാണ് ആക്ച്വലി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത ആകെ കൺഫ്യൂഷനായ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു ഒക്ടോബർ മന്തിൽ കടന്നു പോകേണ്ടി വരുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, സോ അന്നേരം നിങ്ങൾ ദൈവത്തിലെല്ലാം സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ആകുന്നില്ല, ലൈഫിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല, ആകെ മൊത്തം ഒരു പോസ് എനർജി, ഒരു സ്റ്റക്കായ ഒരു ഫിക്സ് ആയ ഒരു എനർജിയാണ് ആക്ച്വലി കാണാൻ സാധിക്കുന്നത് പീസസ് സോഡിയാക് സൈൻ ഈ ഒരു ഒക്ടോബർ മന്തിൽ. ഓക്കെ, സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഒക്ടോബർ മന്തിലെ പീസസ് സൈൻ്റെ എനർജി. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ, ടേക്ക് കെയർ.